അനുഷ്ക ശർമ്മ 2017 നെഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാഷൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഫെയിലായി. യുവരാജ് സിംഗ് 2016 യുവി ക്യാൻ എന്നൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഫെയിലായി. ദീപിക പദുക്കോൺ 2015 ഓൾ അബൌട്ട് യു എന്ന് പറഞ്ഞൊരു ഫാഷൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ മിന്ത്രക്ക് സെൽ ചെയ്യേണ്ടി വന്നു. ഇത്രയും സ്റ്റാർ വാല്യൂയും ഫോളോവേഴ്സും വിസിബിലിറ്റിയും എല്ലാം ഉണ്ടായിട്ടും ഇവരുടെ ബ്രാൻഡ് ഫെയിലായി. നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓരോ ദിവസവും എത്രയോ ബ്രാൻഡുകൾ പൊട്ടിമുളക്കുന്നു, അതുപോലെ തന്നെ അത് പൂട്ടേണ്ടി വരുന്നു. ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് സ്മോൾ. പക്ഷേ നിങ്ങളൊരു മാനുഫാക്ചറിന് എടുത്ത് പോയിട്ട് ഈ ഒരു ഡിസൈൻ എനിക്ക് ഈ ടീഷർട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും മിനിമം ഓർഡർ 500 to 1000 പീസസ് ആണെന്ന്. എന്തായാലും ഇറങ്ങിയില്ലെന്ന് കരുതി നിങ്ങൾ 500 പീസസ് പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഫോട്ടോഷൂട്ട് നടത്തുന്നു, ആഡ്സ് റൺ ചെയ്യുന്നു, പക്ഷേ സെയിൽ ആകുന്നില്ല. നിങ്ങളൊരു ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഡിസൈൻ വർക്ക് ആവുമോ എന്ന് ആദ്യമേ ടെസ്റ്റ് ചെയ്യണം. സോ അവിടെയാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റായ ലൂമ അപ്പാരൽസിന്റെ പ്രസക്തി. നിങ്ങൾക്കൊരു ഓർഡർ ലഭിച്ച് ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ഡിസൈൻ പ്രിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഷിപ്പ് ചെയ്യും, ഈവൻ എ സിംഗിൾ പീസ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോക്ക് കീപ്പ് ചെയ്യേണ്ട, സെയിൽ ആവുന്ന പേടി വേണ്ട, ഡെഡ് സ്റ്റോക്ക് ആവുകയുമില്ല. യെസ്, ബൾക്ക് പ്രൊഡക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും. പക്ഷേ ഒരുപാട് സ്റ്റോക്ക് ഡെഡ് ആയി കിടക്കുന്നതിനേക്കാൾ നല്ലത് അതല്ല. ഇനി നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ലൂമ അപ്പാരൽസിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസും പ്രൈസ് അടക്കമുള്ള കാറ്റലോഗും ലഭിക്കാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് കാറ്റലോഗ് എന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആവുന്ന ഇതുപോലുള്ള വീഡിയോ സീരീസ് ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. അത് മിസ് ചെയ്യാതിരിക്കാൻ ലൂമ അപ്പാരൽസിന്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.